ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ സെൻറ്റ് മേരീസ് ചർച്ച് പരിയാരത്തിലെ മതബോധന അധ്യാപകർ ടൂറ് പോവുകയാണ്. ഞങ്ങൾ ഊട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും റെഡി ആയിട്ടുണ്ട്, ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതാ ശ്രുതി ഉണ്ട്, ബീനാൻറ്റി ഉണ്ട്, ഇതാ നമ്മുടെ ലിൻഡ ഉണ്ട്, ലിൻഡാപ്പിന്ന് വിളിക്കുന്നത് നമ്മുടെ ടീച്ചറാണ്. നമ്മളെല്ലാവരും ടീച്ചറാണ് കേട്ടോ. അപ്പോൾ അടുത്ത സെറ്റ് ടീം ഇപ്പോൾ വരും. അപ്പോൾ ഞങ്ങളുടെ പള്ളിയാണ് ഈ പുറകിൽ കാണുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ പുറപ്പെടും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളുടെ അടുത്ത ടീം എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ബിന്ദു ആൻറ്റി എത്തിയിട്ടുണ്ട്. ഇതാ നമ്മുടെ പ്രിയങ്കയുണ്ട്. പ്രിയങ്ക നേരത്തെ എത്തുന്ന പറഞ്ഞാൽ ഇപ്പോഴാണ് എത്തിയത്. ഓക്കെ, അപ്പോൾ പ്രിയങ്ക നേരത്തെ പുറപ്പെട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 10 മണിക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക കുറച്ച് ലേറ്റ് ആയതാണ്. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്വന്തം മേബിൾ സിസ്റ്റർ, നമ്മുടെ സെൻറ്റ് മേരീസ് സ്പെഷ്യൽ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അങ്ങായി ഇത് നമ്മുടെ റാണി സിസ്റ്ററാണ്. അച്ഛൻ അങ്ങ് അറ്റത്ത് നിൽക്കുന്നുണ്ട്, നടുക്ക് നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ HM രാജീവ് മാഷുണ്ട്, അതേപോലെ തന്നെ ഷംജി മാഷുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടോ. അപ്പോൾ നമ്മുടെ ബസ് എത്തേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഷിനി ടീച്ചർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സിസ്റ്റർ റാണി. ഞാൻ നേരത്തെ കറക്റ്റ് പരിചയപ്പെടുത്തിയില്ല. ഇതാണ് ഞങ്ങളുടെ റാണി സിസ്റ്റർ. സിസ്റ്റർ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയല്ലേ സിസ്റ്റർ? അതെ അതെ. അങ്ങനെ ഞങ്ങളുടെ ട്രാവലർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആകെ ഒരു 15 പേര് മാത്രമാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഓരോരുത്തരായിട്ട് കയറും. നമ്മുടെ മഞ്ജു ടീച്ചർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, കാണിച്ചില്ല. അതെ, കാണിച്ചില്ല. ഇപ്പോൾ കാണുന്നുണ്ട് കറക്റ്റ് കാണുന്നുണ്ട്. പ്രിയങ്ക കയറും. നമ്മുടെ സീറ്റിനടുത്ത് തന്നെ വെച്ചാൽ മതി. നോട്ട് നോക്ക്. ഞങ്ങളുടെ മാത്യു മാമനാട്ടോ ഇത്. ഹായ് പറഞ്ഞ മാമ. ഓക്കെ ഓക്കെ സ്പെക്കറി. ഞങ്ങളുടെ അച്ഛനാണ്. അങ്ങയുടെ മക്കളായ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രത്യേകമായിട്ട് ഓരോ ദിവസവും ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അത് പ്രത്യേകമായിട്ട് ഈ യാത്ര ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കുണ്ടല്ലോ ഇവിടെ എന്താ പറയുക, ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്ക് ആദ്യം തന്നെ നല്ലൊരു പായസം കിട്ടി. ഞങ്ങളുടെ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ നബിദിനം ആഘോഷിക്കുന്നുണ്ടായിരുന്നേ, അതിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. അടിപൊളി പാൽപ്പായസമാണ് കേട്ടോ. സൂപ്പർ സൂപ്പർ. ഞങ്ങളിതാ പായസം കുടിക്കാൻ റെഡി ആയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ടൂറിന്റെ കോർഡിനേറ്റർ. 9:30 ഞങ്ങളോട് എത്താൻ പറഞ്ഞിട്ട് നമ്മുടെ സാർ എത്തിയത് 10:30. അപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജൊക്കെ എത്തിയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നേരത്തെ അറിഞ്ഞായിരുന്നു എത്രയും സമയം എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജോസ് സാർ കേട്ടോ. ചായ കുടിക്കുന്ന ലിൻഡിജി ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. ചായ ചൂടിയുടെ ചായ ഇട്ടിട്ടുണ്ട്. മതിയോ? ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈട്ടി എത്തി. അപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ ഒരു പെട്രോൾ പമ്പിനടുത്ത്. ഞങ്ങളൊന്ന് ഫ്രഷായി ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിസ്റ്ററൊക്കെ എന്താ പറയുക, പോപ്കോണൊക്കെ മേടിക്കുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇതാ നമ്മുടെ കിലുക്ക് സിനിമയിലെ നമ്മുടെ രേവതിയൊക്കെ ഒരു ഹോട്ടലിൽ കയറുന്നില്ലേ, ആ ഹോട്ടലിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ, ഊട്ടിയിൽ. അപ്പോൾ ഊട്ടിയിൽ ഞങ്ങൾ നേരത്തെ എത്തി ഞാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുകയാണേ. ഇത് ഹോട്ടൽ മഹാരാജാസ് റെസ്റ്റോറൻ്റ് ആട്ടോ. ഇവിടെയാണ് ഞങ്ങൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടി വന്നിരിക്കുന്നത്.
ഇവിടെ സമ്മറിൻ ബദലഹേമിൽ നമ്മുടെ ജയറാമിൻ്റെ ഒരു ഫാം കാണിക്കുന്നില്ലേ, അതിലെ ആ ഒരു പ്ലേസ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നോക്ക് നോക്ക്. സോറി ഗൈസ്, ഇതാണേ ഞങ്ങൾക്ക് നേരത്തെ മാറിപ്പോയി. ഇതാണ് ഞങ്ങൾക്ക് ഫ്രഷപ്പ് ആവാനുള്ള സ്ഥലം. ആ ഇത് കൊള്ളാം. ഊട്ടിയിലെ രാവിലത്തെ കാഴ്ചകൾ കണ്ടോട്ടോ. അയ്യോ എന്ത് രസമാണോ കാണാൻ. ഇത് അണ്ടർഗ്രൗണ്ട് ആണ്. ഇല്ല ഞാൻ ഓടിട്ട ഗൈസ്, അങ്ങനെ ഞങ്ങൾ രാവിലെ ഫ്രഷായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഫ്രഷപ്പായ സ്ഥലത്ത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ അച്ഛനൊക്കെ ഫസ്റ്റ് തന്നെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഊഴാണ്. അപ്പോൾ ഞങ്ങൾ ഇതാ കഴിക്കാം. ഞങ്ങൾ പൂരി, ബാജി, അപ്പം, സാമ്പാർ ഒക്കെ ഉണ്ട്. ഞങ്ങൾ പൂരിയാണ് കേട്ടോ പ്രിഫർ ചെയ്ത്. അച്ഛൻ ഞങ്ങൾക്ക് ഇത് തരികയാണ്, നിർദ്ദേശങ്ങൾ തരികയാണ്. ഗൈസ്, നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത്, അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ചില്ലാക്കാൻ പോവാണ്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. റെഡിയല്ലേ? റെഡിയല്ലേ? ഗൈസ്, നമ്മൾ അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് പ്ലേസ് എത്തിയിരിക്കുകയാണ്. കർണാടക സിറി ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലാണ് എത്തിയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ വരുന്നത്. കാരണം ഞാൻ അന്ന് ഫാമിലി ആയിട്ട് വന്നപ്പോൾ വേറൊരു ഗാർഡനായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അടിപൊളി ഗാർഡനാണ്. അപ്പോൾ ഞങ്ങൾ കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഗാർഡനിൽ കൂടെ നടക്കുകയാണ്. ശ്രുതി നല്ല വീഴ്ചയൊക്കെ വീണു. അപ്പോൾ അതിൻ്റെ ആഘാതത്തിലാണ്. ഞങ്ങളുടെ ടൂർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഞങ്ങൾ അടുത്ത വർഷം നീങ്ങുന്നതായിരിക്കും. പോലെ ഞാൻ പറന്നു വരാൻ
അങ്ങനെ ഞങ്ങളുടെ രാത്രി ഊട്ടിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഞങ്ങൾ അധ്യാപകർ പെട്രോൾ പമ്പിൽ ചെയ്ത ഒരു ചെറിയൊരു ഡാൻസാണിത്. അപ്പോൾ അത് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടാണ് ഞാനതിൻ്റെ പാട്ട് ഹൈഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കളിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ.